നിമിഷപ്രിയയാണ് വിഷയം. നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു വിഷയം ഈ അടുത്ത കാലത്ത് ഉണ്ടായത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ്. കാന്തപുരം ഉസ്താദ് നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് വധശിക്ഷ നീട്ടിവെക്കപ്പെട്ടിരിക്കുന്നതാണ്. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സുഭാഷ് ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകൻ, ഒപ്പം പത്രപ്രവർത്തകനായിരുന്നു, ഇപ്പോൾ വക്കീലായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യൻ, അതിന് യാഥാർത്ഥ്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. കാന്തപുരം ഇടപെട്ടതിന്റെ ഭാഗമായിട്ട് അതൊന്ന് നീട്ടിക്കിട്ടിയെന്നതാണ്. എന്നാൽ ഇപ്പോൾ കിട്ടുന്ന ചില വാർത്തകളിൽ കാന്തപുരം പെട്ടില്ല എന്നതിനേക്കാൾ അപ്പുറത്തായിട്ട് ഈ വധശിക്ഷ നിർത്തിവെച്ചു എന്നുള്ള വാർത്ത കൂടി അവിടെ നിന്നൊക്കെ വരുന്നുണ്ട്. അത് വരുന്നത് ഒരു പ്രത്യേക ക്യാമ്പിൽ നിന്നാണ്. അത് ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്: ഇവാഞ്ചലിസ്റ്റ് K.A. Paul claims Indian nurse Nimisha Priya's death sentence in Yemen has been cancelled after intense efforts. The MEA offers ongoing legal aid and counselor support, while Grand Mufti Sheikh Abu Bakr Ahmad says religious outreach in Diya takes help spouse and execution. 3 figures, 1 life saved. Who lead it? എന്നുള്ള രീതിയിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട്. ആരാണിത് നയിച്ചത്? നിമിഷപ്രിയ രക്ഷപ്പെട്ടു. നിമിഷപ്രിയയുടെ മരണം നിർത്തിവെച്ചിരിക്കുന്നു. ആ ഒരു വധശിക്ഷ നിർത്തിവെച്ചിരിക്കുന്നു. ഇതിൽ K. പൗൾ പറയുന്നത് ഇവാഞ്ചലിസ്റ്റുകൾ, ക്രിസ്ത്യൻ സംഘടനകളാണ് ഇതിൽ ശക്തമായിട്ട് ഇടപെടുകയും മറ്റും ചെയ്തെന്ന് പറയുന്നു. അതേസമയം നമ്മുടെ ഗ്രാൻഡ് മുഫ്തി, നമ്മുടെ കാന്തപുരം ഉസ്താദ് ഇടപെട്ടതിന്റെ ഭാഗമായിട്ടാണ് ഇത് നീട്ടിവെച്ചെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പൊ വരുന്ന വാർത്ത എങ്ങനെയാണ്? കാന്തപുരത്തെ തള്ളി തലാലിന്റെ സഹോദരൻ, തലാലാണ് ആ കൊല്ലപ്പെട്ട ചെറുപ്പക്കാരൻ, കാന്തപുരവുമായിട്ട് ചർച്ച നടത്തിയെന്ന് അവകാശപ്പെടുന്നവരുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല. കാന്തപുരവുമായിട്ട് ചർച്ച നടത്തിയെന്ന് അവകാശപ്പെടുന്നവര് അപ്പൊ ആര് എന്നുള്ളതാണ്. തലാൽ തന്നെ പറയുന്നത് അവരുടെ കുടുംബക്കാരും കാന്തപുരമായിട്ട് ചർച്ച നടത്തിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആരാണ് കാന്തപുരവുമായിട്ട് ചർച്ച നടത്തിയത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ജനൻ ടി വിയൊക്കെ ചോദിക്കുന്ന, നമ്മുടെ ശശികലൊക്കെ ചോദിക്കുന്ന ചോദ്യം, ഇദ്ദേഹം നമ്മളെ പറ്റിക്കുകയായിരുന്നു എന്നാണ്. എല്ലാവരും ഈ ഉസ്താദിനെ തലയിലേറ്റി നടക്കില്ലായിരുന്നോ? ഇദ്ദേഹം വളരെ നമ്പർ 1 ആയിട്ട് ഇന്ത്യൻ ജനതയെ പറ്റിച്ചു എന്നതാണ്. ശശികലയുടെ അത്തരത്തിലുള്ള എഴുത്തുകളൊക്കെ നോക്കുന്ന സമയത്ത് ശശികല നമ്മുടെ ഈ നിമിഷപ്രിയ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് പോലും നമുക്ക് സംശയം തോന്നിപ്പോകുന്ന രീതിയിലാണ് ശശികലയുടെ എഴുത്തും മറ്റൊക്കെ കാണാനുണ്ട്. എന്നാൽ അതേസമയം ഇദ്ദേഹം ഇടപെട്ടതിന്റെ ഭാഗമായിട്ട് വധശിക്ഷ നീട്ടിവെക്കപ്പെട്ടു എന്നുള്ള വാർത്ത അത് സത്യമാണ് താനും. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വേറൊരു വാർത്ത, കേന്ദ്ര ഗവൺമെന്റിനോട് കൂടി ഒത്തുചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാമെന്നുള്ള ഒരു വർത്തമാനം കൂടി ഈ ഗ്രാൻഡ് മുഫ്തിയുടെ കയ്യിൽ നിന്നുണ്ടായെന്നുള്ളതാണ്. എന്നാൽ പൊതുജനങ്ങളുടെ സംശയം ഇത്ര തന്നെയാണ്: ശരിക്ക് കാന്തപുരം അതിൽ ഇടപെട്ടിട്ടുണ്ടോ? ഇനി അദ്ദേഹം നുണ പറഞ്ഞോ? തലാലിന്റെ ആ ഒരു ബന്ധുക്കളുമായിട്ടോ അല്ലെങ്കിൽ ഇടനിലക്കാരുമായിട്ടോ ഗ്രാൻഡ് മുഫ്തി ഇടപെട്ടിട്ടില്ലെങ്കിൽ ആരുമായിട്ടാണ് ഇടപെട്ടത്? എന്താണ് യാഥാർത്ഥ്യം? ബൈ.